ദുരന്തബാധിത മേഖല വാസയോഗ്യമാണോ എന്നതിൽ വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് തുടർ നടപടിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ന്യൂസ് 8-നോട്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ ചേർന്ന പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ യോഗത്തിൽ വയനാട് ദുരന്തം ചർച്ചയായതായും മന്ത്രി പറഞ്ഞു. വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ടിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുക. കാരണം അവരുടെ ഉപദേശം വളരെ വിലപ്പെട്ടതാണ്. നമ്മളാരും ശാസ്ത്രീയമായി ഇത് പഠിച്ചവരല്ല. നമുക്കൊരു സാധാരണ മനുഷ്യന്റെ സാമാന്യ അറിവേ ഉള്ളൂ. അപ്പോൾ ആ അറിവ് വെച്ചല്ല ഫൈനൽ തീരുമാനമെടുക്കുക. ഫൈനൽ തീരുമാനമെടുക്കുന്നത് ഈ വിദഗ്ധ സംഘത്തിന്റെ, അത് വെലങ്ങാടായാലും വയനാട്ടിലായാലും നിലമ്പൂരായാലും അന്തിമ റിപ്പോർട്ട് നൽകേണ്ടത് ഇത്തരത്തിലുള്ള വിദഗ്ധ സംഘമാണ്. അപ്പോൾ അവർ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർ നൽകുന്ന റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജില്ലാ ഭരണകൂടമായാലും സംസ്ഥാന ഗവൺമെന്റായാലും നടപടികൾ സ്വീകരിക്കൂ. ചൂരൽമലയിൽ നിന്നുള്ളവരെ ആദ്യം വാടക വീടുകളിലേക്ക് മാറ്റാൻ ശ്രമിക്കുമെന്ന് മന്ത്രി കെ രാജൻ. ഓഗസ്റ്റ് 20-ന് മുൻപ് വാടക വീടുകൾ തയ്യാറാക്കും. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാകും പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, അട്ടമല പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുക. ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്തവർക്ക് അക്കൌണ്ട് ഉണ്ടാക്കി നൽകും. ബാങ്കിലൂടെയാണ് സഹായധനം നൽകുകയെന്നും കെ രാജൻ പറഞ്ഞു. താൽക്കാലികമായിട്ട് ലഭ്യമാകുന്ന റെന്റഡ് ഹൌസ്, സൌജന്യമായി ലഭ്യമാകുന്ന വീടുകൾ, അതോടൊപ്പം തന്നെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ, അതെല്ലാം അതിന്റെ എല്ലാം മെയിന്റനൻസ് നടന്നു വരികയാണ്. ആ മെയിന്റനൻസ് നടക്കാത്തത് ഫ്രഷായി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. നാളെ ഒരു ദിവസം പ്രത്യേകമായി ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് ഒരു വാടക വീട് എന്ന മുദ്രാവാക്യവുമായി നാളെ എല്ലാ വാർഡുകളിലും, ഈ 5 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും എല്ലാ വാർഡുകളിലെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും സർവകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം, വീടിന് വേണ്ടി, വാടകയ്ക്ക് വേണ്ടി ഒരു അന്വേഷണം നടത്തണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോ തീരുമാനിച്ചിട്ടുള്ളത്. അട്ടമലയിൽ ഇപ്പൊ തൽക്കാലം താമസിപ്പിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആ അട്ടമല, ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം, ഈ 4 സ്ഥലങ്ങൾ ഇപ്പോ പരിശോധനയുടെ ഘട്ടത്തിലാണ്. അവിടെ നിന്നുള്ള റിപ്പോർട്ട് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാകൂ എന്ന കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.